പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വേദവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വാ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങൾ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസ പ്രിയപ്പെട്ട നബിയുടെ ഭവനത്തിൽ പൊതുദർശനത്തിനായി കിടത്തിയിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന വിശ്വാസി സമൂഹം വ്യത്യസ്തമായ രീതിയിലാണ് ആ റസൂലിൻ്റെ വഫാത്തിനോട് പ്രതികരിക്കുന്നത്. ചിലരെങ്കിലും ചിന്തിച്ചുപോയി, ഇനി എന്ത് ഇസ്ലാം, ഇനിയില്ല, മുഹമ്മദ് നബിയിലൂടെ തുടക്കം കുറിച്ചൊരു മതം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇത് അവസാനിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുകയും ഇനി ഇതിന് ഭാവിയില്ല, ഇനി നമുക്ക് പഴയതുപോലെ മടങ്ങിപ്പോകാം എന്ന് ചിന്തിക്കുകയും ചെയ്ത വലിയൊരു സംഘം ആൾക്കാർ അന്ന് ജനസമൂഹത്തിനിടയിലുണ്ടായിരുന്നു. അങ്ങനെ നബിയുടെ മരണം അംഗീകരിക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇസ്ലാമിൻ്റെ ഭാവി എന്താകും എന്ന് ആശങ്കപ്പെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ചിന്തകളിലൂടെയാണ് വിശ്വാസ സമൂഹം ചില്ലറ ദിവസങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അതിനിടയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. പൊതുവിൽ അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കളുടെ മാനസികാവസ്ഥയും മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ മാനസികാവസ്ഥയും മനസ്സിലാക്കിയിട്ട് റസൂലിൻ്റെ ജനാസയുടെ സമക്ഷത്തിലേക്ക് ചെന്നു. ആ റസൂലിൻ്റെ ജനാസയിൽ ചുംബനമർപ്പിച്ച് പ്രവാചകന്റെ ജനാസയുടെ അടുക്കൽ നിന്ന് വീട്ടിൻ്റെ പുറത്തേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റാരെക്കാളും തനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിരിക്കുമ്പോഴും ഈ പ്രവാചകനെ അത്രമേൽ സ്നേഹിച്ചൊരു വ്യക്തി ഉണ്ടാവില്ല, റസൂൽ അത്രമേൽ സ്നേഹിച്ചൊരു ഇൻഡിവിജ്വൽ വ്യക്തിയും അബൂബക്കറിന് മുകളിൽ ഉണ്ടാവില്ല. അത്രത്തോളം പരസ്പരം സ്നേഹിച്ചിരുന്ന രണ്ടുപേർ. ആ റസൂലിന്റെ വിയോഗത്തിന് മുമ്പിൽ മറ്റെല്ലാവരും പതറിപ്പോയപ്പോഴും പതറിപ്പോവാതെ ആടിപ്പോവാതെ ആദർശത്തോടെ നിലപാടുറപ്പിച്ചു പറയാൻ വേണ്ടി പുറത്തിറങ്ങി വന്നൊരു മനുഷ്യന്റെ മനോധൈര്യം എന്നുള്ളത് അത് ഈമാനികമായൊരു മനോധൈര്യമാണ്. എൻ്റെ ഉമ്മത്തിന് മുഴുവൻ ആൾക്കാരുടെയും ഈമാൻ കെട്ടപിടിക്കാവുന്നൊരു വിശ്വാസം ഉണ്ട് അബൂബക്കറിന്റെ ഹൃദയത്തിൽ എന്ന റസൂൽ ഒരിക്കൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തു വരാൻ ആ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ കണ്ണീരണിഞ്ഞ കബളുമായിട്ട് പുറത്തിറങ്ങിയ ആ മനുഷ്യൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് നബിയെ ആരാധിച്ചവരുണ്ടെങ്കിൽ ഇതാ വ്യക്തമാണ് കാര്യങ്ങൾ, മുഹമ്മദ് നബി മരണപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബി മരണപ്പെട്ട് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഓഹരിയില്ല, ഇവിടെ നിങ്ങൾക്ക് നിന്നിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങൾ ആരാധിച്ചത് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നത് അള്ളാഹുവിനെയാണ് എങ്കിൽ അവന് മരണമില്ല, അവൻ നിത്യമായി നിലകൊള്ളുന്നവനാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബിക്കും. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ആലി ഇംറാനിൽ ഒരു ആയത്ത് കൂടി ഓതി വെച്ചു. ഈ ആയത്ത് ഇറങ്ങുന്ന പശ്ചാത്തലം ഉഹുദിന്റെ രണാങ്കണത്തിലാണ്. ഉഹുദ് യുദ്ധത്തിനിടയിൽ റസൂലുള്ളാഹി കൊല്ലപ്പെട്ടു എന്ന് ഒരു വാർത്ത പ്രചരിക്കുമ്പോൾ അതുവരെ വിശ്വാസികൾ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ഈമാനികമായ ധൈര്യം, ഒരു സ്ഥൈര്യം അത് നഷ്ടപ്പെട്ടു പോയി. വീര്യം ചോർന്നു പോയ സഹാബാക്കൾ ചിതറി ഓടാൻ തുടങ്ങി. ആ ചിതറി ഓട്ടമാണ് വിശ്വാസികൾക്ക് അന്ന് ഏറ്റവും കൂടുതൽ നഷ്ടത്തിന് കാരണമായി തീർന്നു. 70ഓളം സഹാബാക്കൾ രക്തസാക്ഷിയാവുകയും ഉഹുദിൽ മുസ്ലിമുകൾക്ക് പരാജയമറ്റതിൻ്റെയും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് മലമുകളിൽ നിന്ന് അമ്പെയ്ത്തുകാർ താഴെ വന്നതും രണ്ടാമത് നബിയുടെ മരണം കേട്ടപ്പോൾ തന്നെ പിന്തിരിഞ്ഞോടുകയും ചെയ്തപ്പോഴാണ്. തിരിഞ്ഞോടിയപ്പോൾ ഒറ്റപ്പെട്ടു പോയവർ കൊല്ലപ്പെട്ടു, ഓടിയവരെ പിറകിൽ നിന്ന് മുതുകിൽ വെട്ടാനും അവരെ കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ് ഇത്രയും വലിയ നഷ്ടം ഉഹുദിൽ ഉണ്ടാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ഈ മുഹമ്മദ് നബി കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ഇങ്ങനെ പിന്തിരിഞ്ഞോടുകയാണോ വേണ്ടത്? നിങ്ങൾ ഇന്ന് വരെ സ്വയത്തമാക്കിയ ഒരു ആദർശമില്ലേ, ആശയമില്ലേ, വിശ്വാസമില്ലേ, നിലപാടുകളില്ലേ, അതിനൊന്നും ഒരു വിലയുമില്ലേ എന്ന് അതാ ഖുർആന്റെ വിമർശനം. ഈ ആയത്തെടുത്ത് അവിടെ വെക്കുന്നുണ്ട്. ശഹാബാക്കൾ അത്ഭുതത്തോടെയാണ് ഇപ്പോൾ ഈ നിമിഷം നബിയുടെ വഫാത്തിന് ശേഷം വഹി ഇറങ്ങിയോ എന്ന് ആലോചിച്ചു പോകുമാറ് ആ ആയത്ത് നമ്മൾ മറന്നിരുന്നു. പക്ഷെ വളരെ അവസരോചിതമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ആയത്ത് പാരായണം ചെയ്യുമ്പോഴാണ് ഇത്രയും ഗംഭീരമായ ഒരു ഉത്ബോധനം ഖുർആൻ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ റസൂലിന്റെ മരണത്തിന് ശേഷവും ഇസ്ലാം ഉണ്ടല്ലോ, റസൂല് മരണപ്പെട്ട് കഴിഞ്ഞാലും അള്ളാഹു ഉണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് സമൂഹത്തിന് മുമ്പിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ ആരാധിച്ചവർക്ക് അവിടെ അവസാനിപ്പിക്കാം എന്നതുപോലെയാണ് നമ്മളെ ഇനി റസൂലിനെ ആരാധിക്കുക എന്നവർക്ക് അവിടെ അവസാനിപ്പിക്കാം എന്നതുപോലെയാണ് റമദാനെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി മടങ്ങാം.
ഇതാ നമ്മുടെ ഒരു തിയറി. റസൂലിന് ശേഷം എന്ത് ഇസ്ലാം എന്ന് ചിന്തിച്ച അതേ സമൂഹത്തിന്റെ മാനസികാവസ്ഥയിലാണ് റമദാന് ശേഷം എന്ത് നന്മ, എന്ത് പുണ്യം, എന്ത് കർമ്മങ്ങൾ എന്നൊരു മനോഭാവത്തോടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ കഴിഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് പടിയിറക്കങ്ങൾ, എത്ര പെട്ടെന്നാണ് നമ്മൾ നന്മകൾ മറന്നുപോയത്, എത്ര പെട്ടെന്നാണ് നമ്മുടെ പള്ളികൾ ശൂന്യമായത്. വളരെ വേഗതയിൽ പള്ളികൾ ശൂന്യമായിരിക്കുന്നു. സുന്നത്ത് നമസ്കാരക്കാരെ കാണാനില്ല, ഖുർആൻ ഓതുന്നവരെ കാണാനില്ല. പള്ളികൾ പഴയതുപോലെ അരസഫും 1.5 സഫുമായിട്ട് ജമാഅത്തുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിലൊന്നും നമുക്ക് യാതൊരു ഓഹരിയുമില്ല. ബാങ്കുകൾ പിന്നെയും മുഴങ്ങി. ഈ ബാങ്ക് നമ്മളുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തതുപോലെ നമ്മൾ നടന്നകന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റത് ബാങ്ക് വിളിക്ക് കാതോർക്കാണ്, ലൊഹറായോ ആ ലൊഹറായെന്ന്, വേറെ പള്ളിയിലേക്ക്, അസറായോ ഏകം പള്ളിയിലേക്ക്, അങ്ങനെ ഓരോ വക്തുകളും ആയോ എന്ന് അന്വേഷിക്കുകയും അതിനുവേണ്ടി കാത് കുറിപ്പിക്കുകയും എന്നിട്ട് വേഗം മസ്ജിദിലേക്ക് വരികയും സുന്നത്ത് നമസ്കരിച്ച് ജമാഅത്തായി ഫർദ് നമസ്കരിച്ച് ശേഷവും സുന്നത്ത്, പിന്നെയും അല്പം ഖുർആൻ പാരായണം, അല്പസമയം പള്ളിയിൽ വിശ്രമം, അങ്ങനെ കഴിഞ്ഞുപോയ വിശ്വാസികളെല്ലാം കൂടി ആവേശത്തോടെ പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. അത് നമുക്ക് പറ്റിയിട്ടുമില്ല. മുഹമ്മദ് നബി ആരാധിച്ചവർ അവസാനിപ്പിക്കുന്നിടത്ത് റമദാനെ ആദരിച്ചവർ ഈ വിശ്വാസവും കഅമാലുകളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. റമദാന് വേണ്ടിയുള്ളതല്ലോ, റമദാൻ മാത്രമുള്ളതല്ലോ റബ്ബിനെ ആരാധിക്കേണ്ട മാസം റമദാൻ മാസം മാത്രമാണെന്ന് നമ്മൾ എവിടെ പഠിച്ചത്? ഒരു വേള പൊതുവിൽ നമ്മൾ തടയപ്പെട്ടവരാകുമ്പോൾ ചില കാര്യങ്ങൾ അരുത് എന്ന് നമ്മളോട് പറയുകയും പിന്നീട് അതിനെ അനുവദിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ആവേശമുണ്ടാകും, സ്വാഭാവികമാണ്. അരുത് എന്നൊരു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുവദിച്ച് കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് അടുക്കാൻ ഒരു ആവശ്യമുണ്ടാകും. 30 ദിവസങ്ങൾ നമുക്ക് പകൽ ആഹാരം അനുവദിച്ചിരുന്നില്ല. ഈ 30 പകലുകൾ നമുക്ക് ശാരീരികമായി ഭാര്യ ഭർത്തൃ ബന്ധം അനുവദിച്ചിരുന്നില്ല. നമുക്ക് ഇഷ്ടത്തിന് പാനീയം കുടിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ആ അനുവാദം ഈ പെരുന്നാളിലൂടെ നമുക്ക് അനുവദിച്ചു കിട്ടുമ്പോൾ സ്വാഭാവികമായും ദുനിയാവിലേക്ക് ഒരു മോഹവും ഒരു എടുത്തുചാട്ടവും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും ആ സ്വാഭാവികതയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായ റമദാൻ നമുക്ക് കടന്നുപോയത്. ഇവരെടുത്ത് നമ്മൾ ആവേശപ്പുറത്ത് റമദാൻ കഴിഞ്ഞ് തുറന്നു വിട്ടപ്പോൾ സ്കൂൾ വിടുന്നൊരു അവസ്ഥയാണ്. ഈ സ്കൂളിനോട് വെറുപ്പുണ്ടായിട്ടില്ല. സ്കൂളിലേക്ക് പോകാൻ മക്കൾക്ക് ആഗ്രഹമാണ് കാലത്തൊക്കെ. കാരണം കൂട്ടുകാരവിടെയുണ്ട്, കളിക്കാം, ചിരിക്കാം, പാഠങ്ങൾ പഠിക്കാം. രസകരമായ അവസ്ഥയാണെന്ന് സ്കൂൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പോകാൻ വലിയ സന്തോഷമാണ്. എന്നാൽ സ്കൂൾ ബെല്ലടിക്കുമ്പോ ആ ബെല്ലടിക്കുന്ന കുട്ടികളെല്ലാം ഇറങ്ങി ഓടാൻ ഒരു ധൃതിയാണ്. എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്കാ. കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ എന്നാലും തടഞ്ഞു വൈകുന്നേരം 3:30 വരെങ്കിൽ കോമ്പൗണ്ടിന് പുറത്തു പോകാൻ അനുവാദമില്ലാത്തിടത്ത് അത് അനുവദിച്ച് കിട്ടുമ്പോൾ ഒരു ആവേശമുണ്ടല്ലോ, ആ ഓട്ടമാണ് കാണുന്നത്. ശരി, ആയിക്കോട്ടെ, കുറച്ച് ദിവസം നമ്മൾ ഓടി നിന്നു. റമദാൻ കഴിഞ്ഞ് നമ്മൾ ദുനിയാവിന്റെ പിറകെ പോയി, പള്ളികളൊക്കെ മാറി, ആരാധനകളും അച്ചടക്കങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഇനി ഒന്ന് ഇരുന്ന് ചിന്തിക്കാമല്ലോ, എത്ര നല്ല ദിവസങ്ങളാണ് റമദാനിൽ കടന്നുപോയത്. നമ്മൾ ഓരോ വാക്ക് പറയുമ്പോൾ പോലും ആലോചിച്ചിരുന്നു. ഓരോ വാക്ക് പറയുമ്പോഴും വേണ്ട, റമദാനല്ലേ, നോമ്പല്ലേ എന്ന് ഈഗബത്ത് വേണ്ട, അവരെന്നെ കുറിച്ചുള്ള ചർച്ചകൾ വേണ്ട, എന്തിന് പരദൂഷണങ്ങൾ, എന്ത് നേഷണങ്ങൾ വേണ്ട, നമുക്ക് എന്തെങ്കിലും നല്ലത് പറയാം എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു റമദാൻ മാസത്തിൽ. റമദാൻ മാസത്തിൽ വഴക്കടിക്കാനും നമ്മൾ എന്ത് ചെയ്യുക, തമ്മിൽ തല്ലാനും തർക്കിക്കാനും നിന്നിട്ടില്ല. എന്തുകൊണ്ട്? റമദാനല്ലേ എന്ന് ആ ഒരു പൊതുബോധം നമുക്കുണ്ടായിരുന്നു എല്ലാ മനുഷ്യ മനസ്സുകളിലും. ആ ബോധം നിലനിർത്താൻ വേണ്ടി റമദാൻ വന്ന സത്യത്തിൽ 11 മാസത്തെ ജീവിതത്തെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. 11 മാസം, റമദാന് ശേഷമുള്ള 11 മാസങ്ങൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായ ഒരു പ്രാക്ടീസ് നൽകാൻ വേണ്ടിയാണ് റമദാൻ കടന്നു വന്നത്. മനുഷ്യൻ അച്ചടക്കമുള്ള ഒരു പൗരനായി വാർക്കാൻ, ദൈവഭക്തനാക്കി മാറ്റാൻ, ഉള്ളും പുറവും ശുദ്ധിയാക്കാൻ. ഒരു മനുഷ്യന്റെ ഉള്ളും പുറവും, അതാ തഖ്വ എന്നുള്ളത്. അവനൊരു ആത്മീയ വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഒരു മനുഷ്യനിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് റമദാൻ മാസം കടന്നു വന്നതും നോമ്പ് നിർബന്ധമാക്കിയതും. ആ നോമ്പിലൂടെ 30 നാളുകൾ പിന്നിട്ട് പോയ വിശ്വാസി ആർജിച്ചെടുത്ത ഒരു ആത്മശുദ്ധിയുണ്ട്, അവൻ ആർജിച്ചെടുക്കുന്ന ഒരു സ്വഭാവശുദ്ധിയുണ്ട്. അടുത്ത 11 മാസം കൊണ്ടുപോകേണ്ടതാണത്. അല്ലാതെ റമദാൻ പടിയിറങ്ങുന്നിടത്ത് വലിച്ചെറിഞ്ഞിട്ട് ദുനിയാവിന്റെ പിറകെ ഓടാനുള്ളതല്ല. ശരിക്ക് സത്യത്തിൽ നമ്മൾ ഇത് ബാഹ്യമായിട്ട് ഒഴുക്കിനൊപ്പം നമ്മളൊരു ബഹളം കൂട്ടി കാഴ്ചവെച്ചു എന്നതിനപ്പുറത്തേക്ക് നെഞ്ചിന്റെ അകത്തേക്ക് ഈ ആരാധനകൾ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ആഗ്രഹിപ്പിച്ചിട്ടില്ല ആ ജീവിതം. ഈ റമദാനിലെ ജീവിതം എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല? അത്ര മനോഹരമായ ജീവിതമാണ്. നമ്മൾ നോക്കുകൾ പോലും നിയന്ത്രിച്ചു. കണ്ണുകൾ നിയന്ത്രിക്കണം. നമ്മൾ മോശമായതൊന്നും കാണണ്ട, റമദാൻ അല്ലേ എന്ന്. അതെന്തുകൊണ്ട് റമദാൻ ശേഷം തുടരാൻ കഴിയുന്നില്ല? നമുക്കതിന്റെ ഹലാവത്ത് മനസ്സിലായിട്ടില്ല. ഒരു ഭക്ഷണം നമ്മൾക്ക് ആദ്യമായി പരിചയപ്പെടുന്ന ഭക്ഷണം നമ്മൾ എടുത്ത മുമ്പിൽ ചെയ്ത ഐറ്റം ഏതാണ്? ഇതിനൊരു പേര് പറഞ്ഞു, ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഒന്ന് നോക്കട്ടെ. നമ്മളത് ആർത്തിയോടെ കഴിക്കാൻ നിൽക്കില്ല. നമുക്ക് പരിചിതമില്ല, കാഴ്ചയിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. ആ ഭക്ഷണം നമ്മൾ മെല്ലെ ഒരു അല്പം എടുത്ത് ചുണ്ടിലേക്ക് വെക്കും, നാവിലേക്ക് വെച്ച് രുചി നോക്കും. രുചി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കഴിക്കും, രുചിയില്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കും.
ഒന്നിന്റെ രുചി അറിയണം. റമദാന്റെ ജീവിതം അതിലൂടെ നമ്മൾക്കുണ്ടായ ഈമാനികമായ ഒരു ഹലാപത്തിന്റെ രുചി അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് ഇനിയും കഴിക്കാൻ നമ്മൾ കൊതിക്കുമായിരുന്നു. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ നമുക്കത് രുചി മനസ്സിലായിട്ടില്ല, കാരണം നമ്മൾ ഈമാൻ ശരിയായിട്ടില്ല. അതാ റസൂല് പറഞ്ഞത്, 3 കൂട്ടം ആൾക്കാർ, 3 കൂട്ടം ആൾക്കാർക്കാണ് സത്യത്തിൽ ഈമാന്റെ ഹലാപത്ത് മനസ്സിലാവുക, വിശ്വാസത്തിന്റെ ഒരു മാധുര്യം മനസ്സിലാവുക. 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ സമ്മേളിക്കുമ്പോൾ അതിൽ ഏറ്റവും ഒന്നാമത് അള്ളാഹുവും റസൂലും ഒരു മനുഷ്യന് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടവരായി മാറണം. റസൂല് പറയാണ് 3 കൂട്ടം കാര്യങ്ങൾ ഒരു മനുഷ്യൻ സമ്മേളിക്കുമ്പോഴാണ് സത്യത്തിൽ ഈമാന്റെ മധുരം മനസ്സിലാവുക. അതിന് രുചിയുണ്ട് മനുഷ്യരെ. അത് മനസ്സിലാകണമെങ്കിൽ ഒന്നാമത് മറ്റെന്തിനേക്കാളും മുകളിൽ അള്ളാഹുവും റസൂലിനും സ്ഥാനം ഉണ്ടാകണം. മറ്റെന്തിനേക്കാളും ദുനിയാവിൽ നമുക്കുള്ള എല്ലാത്തിനേക്കാളും അള്ളാഹുവും റസൂൽ നമുക്ക് പ്രിയപ്പെട്ടവരായി മാറുമ്പോൾ മാത്രമാണ് ഈമാന്റെ യഥാർത്ഥ മാധുര്യം നമുക്ക് മനസ്സിലാവുക. ഈ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊതിക്കുക. ഈ പടച്ചവനോടുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ അല്ലദീന ആമനൂ അശദ്ദു ഹബ്ബൻ ലില്ലാ. യഥാർത്ഥ വിശ്വാസികളെ ഖുർആൻ പറഞ്ഞത് ഏറ്റവും തീവ്രമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസി അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു ആയിരിക്കും. അള്ളാഹുവിനെ എന്റെ ചുറ്റിപ്പറ്റി പടച്ചവനുമായി അടുക്കുന്ന നിമിഷങ്ങളായിരിക്കും അവൻ ഏറ്റവും പ്രിയപ്പെട്ടത്. പക്ഷെ നമുക്കങ്ങനെയാണോ? അല്ല, നമുക്കങ്ങനെയല്ല. നമുക്കെപ്പോഴും നമ്മുടെ സമ്പത്തും നമ്മുടെ വിഭവങ്ങളും നമ്മുടെ സന്താനങ്ങളും കുടുംബവും ഇതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അവരെ ചുറ്റിപ്പറ്റി നിൽക്കാൻ, അവരെ കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവർക്ക് വേണ്ടിയാണെങ്കിൽ ഉറക്കമിളയ്ക്കാൻ. മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ എത്ര രാത്രിയാണ് നമ്മൾ ഉറക്കമിളച്ചത്? ഭാര്യയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ എത്ര രാത്രിയാണ് ഹോസ്പിറ്റൽ തിണ്ണയിൽ കാത്തു നിന്നത്? അങ്ങനെ രാത്രികൾ ഉറക്കമിളക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടില്ല, പണം കടം മറിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടില്ല, പണം ചെലവാക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉറക്കമിളക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, പണം ചെലവാക്കാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് ശാരീരികമായി പ്രയാസപ്പെടാൻ ബുദ്ധിമുട്ടില്ല. ഏത് സാഹസികതയ്ക്കും തയ്യാറാണ്. സ്വന്തം കരൾ പോലും പകുത്ത് മക്കൾക്ക് കൊടുക്കാൻ ഒരു പിതാവും മാതാവും തയ്യാറാകുമ്പോ ഈ അള്ളാഹുവിന് കൊടുക്കാൻ നിങ്ങൾ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അതിന് മുകളിൽ അള്ളാഹുവിനെ സ്നേഹിക്കണ്ടേ, അള്ളാഹുവിനെ ഓർത്തിരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാവണ്ടേ. ഈ പ്രവാസ ലോകത്ത് വർഷക്കണക്കിന് പ്രവാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ സന്തോഷം എന്തെന്നറിയുമോ? നാട്ടിലെ മക്കളുടെ വിജയങ്ങൾ അറിയുമ്പോഴാണ്, അവരുടെ വളർച്ച അറിയുമ്പോഴാണ്. നമ്മുടെ പണം നമ്മൾ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഈ അന്യനാട്ടിൽ കിടന്ന് ആട്ടും തുപ്പും കേട്ട് സഹിച്ച് നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ നാണയത്തിലും എന്റെ കുടുംബം സന്തോഷിക്കുന്നുണ്ട് എന്ന ഒരു ബോധമുണ്ടല്ലോ, ഒരു ചിന്തയുണ്ടല്ലോ. ആ ചിന്തയാണ് പിന്നെയും പിന്നെയും ഒരു പ്രവാസിക്ക് വിമാനം കയറാൻ പ്രേരകമാകുന്നത് എങ്കിൽ, അവരോടുള്ള സ്നേഹമാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി ഉറക്കമിളച്ച് കണ്ണുകൾക്ക് കിട്ടിയ ആനന്ദം അത് അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ റബ്ബിന് വേണ്ടിയാണ് ഞാൻ നമസ്കരിക്കുന്നത്, എന്റെ റബ്ബിന് വേണ്ടിയാണ് ഈ പട്ടിണി, ആ വിധത്തിൽ അനുഭവിക്കാൻ എല്ലാത്തിനും മുകളിൽ എന്റെ റബ്ബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, മക്കളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വേണ്ടേ? ആ ദിക്റിൽ നമസ്കരിക്കണം. അപ്പോൾ നിസ്കാരമുള്ളൂ. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. നിങ്ങൾ എന്നെ ഓർക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമസ്കരിക്കാൻ. നിങ്ങൾ എന്നെ മറന്നിട്ടില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ അതിനുവേണ്ടി ദിവസവും പ്രതിദിനം 5 നേരം എനിക്ക് വേണ്ടി മാറി നിൽക്കാൻ, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, അതിനാ വേണ്ടി നിസ്കരിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ആരാ ഓർത്തേ? പള്ളിക്കകത്ത് ബാങ്ക് കേട്ട് വന്നവർക്ക് പോലും കൈകെട്ടുന്നത് എന്തിനാണ്? അല്പശാന്തമായ ദുനിയാവിന്റെ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് മക്കളെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, കച്ചവടത്തെ കുറിച്ച് ഒക്കെ ആലോചിക്കാൻ വേണ്ടി, വേറെയുള്ള ആശയക്കുഴപ്പങ്ങളില്ലാതെ ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ അല്ലാഹു അക്ബർ കൈയ്യട്ടി ഭാവി ഇങ്ങനെ ആലോചിക്കണം. ഭാവി എവിടെയൊക്കെ കൊടുക്കാനുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, ഇത് എവിടെ പോയി തട്ടാം, പുതിയ പദ്ധതി എന്താ ആലോചിക്കാം. അങ്ങനെ ആ നമസ്കാരം യാന്ത്രികമായി ഇങ്ങനെ നടക്കുകയാണ്. സുജൂദായി, റുക്കുവായി എല്ലാം കടന്നുപോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ സലാം മടക്കി നമ്മൾ പുറത്ത് ചാടുകയും ചെയ്തു. എവിടെ നമ്മൾ അള്ളാഹുവിനെ ഓർത്തത്? അതിൽ പോലും അള്ളാഹുവില്ല. നിങ്ങളെ കൈഫ യുനാജി റബ്ബഹു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിങ്ങൾ റബ്ബിനോട് എങ്ങനെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് എന്ന്, അഭിമുഖമായി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന്. നിങ്ങളുടെ നമസ്കാരം എന്നുള്ളത് അത് അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയാണ്, പടച്ചവനുമായുള്ള ആശയവിനിമയമാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും പരിശോധിക്കട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിൽ പോലും റബ്ബിനെ ഓർക്കുന്നില്ല. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. നിങ്ങൾ എന്നെ ഓർക്കുകയെന്ന്, നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കൂ എന്ന് ഖുർആൻ ആവശ്യപ്പെടുമ്പോ നമസ്കാരത്തിൽ പോലും റബ്ബിനെ ഓർക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഈ മറ്റെന്തിനും മീതെ റബ്ബ് വരണം. ആ അള്ളാഹു മറ്റെന്തിനും മുകളിൽ വരുമ്പോഴാണ് ഈമാന്റെ മാധുര്യം നമുക്ക് മനസ്സിലാവുക.
അത് മധുരം നുണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹുവിന് വേണ്ടി മാറിയിരിക്കുന്ന നിമിഷത്തെക്കാൾ പ്രിയങ്കരമായി മറ്റൊന്നും ഉണ്ടാവില്ല. ദുനിയാവിൽ മറ്റെന്താലോചിക്കുന്നതിനേക്കാളും ഒരു മനുഷ്യന്റെ മനസ്സിന് ശാന്തത ഉണ്ടാവുന്നത് റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോഴായിരിക്കും. മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനേക്കാളും ത്യാഗസന്നദ്ധത പ്രകടിപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ ആരാധനയുടെ വിഷയത്തിൽ കഴിയുന്നത് മറ്റെന്തിനേക്കാളും റബ്ബിനെ സ്നേഹിക്കുമ്പോഴായിരിക്കും. മറ്റെന്തിനേക്കാളും റബ്ബിനെ സ്നേഹിക്കുമ്പോൾ നമസ്കാരം ഭാരമാവില്ല, അത് അവൻ ആസ്വദിക്കും. അള്ളാഹുവിലേക്ക് നാളെ മടങ്ങി പോകണമെന്ന ഉത്തമമായ ഉറച്ച വിശ്വാസമുള്ള ഒരു വിശ്വാസിക്കല്ലാതെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വിശ്വാസിക്കല്ലാതെ നമസ്കാരം ബാലികേറാമല പോലെ ഒരു വലിയൊരു ബാധ്യതയായി നിൽക്കും. വലിയൊരു ബാധ്യത പോലെ, അങ്ങനെ പ്രയോഗമുണ്ടല്ലോ, അതുപോലെ വലിയ നമുക്കൊരു ബാധ്യത, നമുക്ക് എടുത്താൽ പോകാത്തൊരു ബാധ്യത പോലെയാണ് നമസ്കാരം. എന്നാൽ നമസ്കാരത്തിന് അത്ര വലിയ സാഹസികത, ഒരു സാഹസികതയുമില്ല. മനുഷ്യ ശരീരം ഏറ്റവും ലളിതമായി സിമ്പിളായി ചെയ്യാൻ കഴിയും. ഒരു യോഗാസനത്തിന്റെ സാഹസം പോലും ഇല്ലല്ലോ. ഒരു യോഗ ഇവിടെ നമ്മുടെ ശീലിപ്പിക്കാറുണ്ടല്ലോ. ഒരു യോഗകളുടെ ആസനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ ആസനങ്ങൾ മുറകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ഒരു സാഹസികത ഉണ്ടോ? ഏതൊരു മനുഷ്യന്റെയും ശരീരം കൊണ്ട് എളുപ്പം ചെയ്യാൻ കഴിയുന്നതാണ് നിസ്കാരത്തിന്റെ ഓരോ പ്രവൃത്തികളും. അത്രയും നിസാരമായ നമസ്കാരത്തിന്റെ പ്രവൃത്തി പോലും ഒരു മനുഷ്യന് വലിയൊരു ബാധ്യത. 5 മിനിറ്റ് മാത്രം മാറ്റിവെക്കാവുന്ന നമസ്കാരം ഒരു മനുഷ്യന് വലിയ ഭാരമാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണ്? റബ്ബ് അവന്റെ മനസ്സിലില്ല, അള്ളാഹു അവന്റെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടില്ല. അങ്ങനെ പ്രിയപ്പെട്ടവനായാൽ, അള്ളാഹു മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടവനായാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സായുജ്യവും ലഭിക്കുക നമസ്കാരത്തിലായിരിക്കും. ആ നമസ്കാരം എത്ര നീണ്ടുപോയാലും നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. ആ നമസ്കാരത്തിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ആ നമസ്കാരത്തിൽ സുദീർഘമായ ഖുർആൻ പാരായണം നിങ്ങളെ സന്തോഷപ്പെടുത്തും. പള്ളിക്കകത്തിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഇതങ്ങനെയല്ലല്ലോ, ഇതങ്ങനെയല്ല. ഈ വാതിൽ തുറന്ന് പുറത്തു ചാടാനുള്ള വെമ്പലാണ് നമുക്കുള്ളത്. എന്തുകൊണ്ട്? അള്ളാഹു നമ്മൾ അത്രമേൽ സ്നേഹിച്ചിട്ടില്ല. വെറും വാദത്തിന് വേണമെങ്കിൽ പറയാം, എനിക്ക് അള്ളാഹു, അത് കഴിഞ്ഞ റസൂല്, അത് കഴിഞ്ഞ പിന്നെ എൻ്റെ ഉമ്മ, അത് കഴിഞ്ഞ് പിന്നെ വാപ്പ, അങ്ങനെയാണ് എൻ്റെ സ്നേഹത്തിന്റെ ക്രമമെന്നൊരു വാദത്തിന് വേണമെങ്കിൽ നെഞ്ചിന് മീതെ പറയാമെന്നല്ലാതെ ഹൃദയത്തിനകത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്ക്. അതാവണം, അതാണ് നമ്മുടെ ബാധ്യത എന്നുള്ളത്. അതിലേക്ക് എത്താൻ വേണ്ടി ആ റമദാൻ കടന്നു വന്നത്. പക്ഷേ റമദാൻ ഉപയോഗപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഈമാന്റെ ഹലാവത്ത് അറിയണമെങ്കിൽ ഒന്നാമത് അള്ളാഹു റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടവരായി മാറണം. രണ്ടാമത് റസൂൽ പറയാണ്, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റബ്ബിന് വേണ്ടിയാകണം. യുഹിബ്ബുൽ മർഅ ഇല്ലാ ലില്ലാ. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ സ്നേഹബന്ധങ്ങൾ പാടില്ല. നമ്മൾ ആരെ സ്നേഹിക്കാലും നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തി, മൻ അഅതാ ലില്ലാഹി ഫമൻ അലില്ലാഹി, കൊടുത്താലും തടഞ്ഞാലും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകണം. അതാ വിശ്വാസി. ഒരു മനുഷ്യൻ, നമ്മൾ പരസ്പര സ്നേഹബന്ധങ്ങളുടെ പോലും കാരണം അള്ളാഹുവായി മാറണം. ഒരു സുഹൃത്തിനോടുള്ള സൗഹൃദത്തിന്റെ കാരണം എന്തുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഈ സ്നേഹത്തിന് പ്രതിഫലം നൽകുന്ന ഒരു നാഥന് വേണ്ടിയിട്ടല്ലാതെ നിന്റെ പ്രത്യുപകാരത്തിന് വേണ്ടിയല്ല. ഈ സൗഹൃദമാകട്ടെ, സ്നേഹബന്ധങ്ങൾ ഏതുമാകട്ടെ, മക്കളോടുള്ള ഒരു മനുഷ്യന് സ്നേഹമാകട്ടെ, ആ സ്നേഹങ്ങൾക്കെല്ലാം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് പടച്ചവന്റെ തൃപ്തിയാണ്. എന്റെ മകനെ ഞാൻ സ്നേഹിക്കുന്നു, കാരണം അവൻ വളർന്ന് വലുതായിട്ട് എന്നെ തിരിച്ച് സ്നേഹിച്ച് എന്നെ പൊന്നുപോലെ പോറ്റും എന്നതാകാൻ പാടില്ല. മക്കൾ ചിലപ്പോൾ നോക്കും, അവന്റെ കടമ അതാണ്, അള്ളാഹു പഠിപ്പിച്ചത് അങ്ങനെയാണ്, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഇനി മക്കൾ നമ്മളെ നോക്കിയാലും ഇല്ലെങ്കിലും നമ്മൾ കൊടുത്ത സ്നേഹത്തിന്റെ കണക്ക് പറയേണ്ടത് അവരോടല്ല, അള്ളാഹുവിനോടാ. നമ്മൾ മക്കളെ സ്നേഹിക്കുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. കാരണം മക്കളെ സ്നേഹിക്കാനും പറഞ്ഞു തന്നവൻ അള്ളാഹുവാണ്. ഈ മനുഷ്യന്റെ സ്വാഭാവികതയ്ക്ക് അപ്പുറത്തേക്ക് അള്ളാഹു അധികമായി ഒന്നും കൽപ്പിച്ചിട്ടില്ല. ഇതെല്ലാം മനുഷ്യനും ഉണ്ടല്ലോ എന്ന്. എല്ലാം മനുഷ്യനും ഉള്ളതാണ്. എല്ലാ നന്മയും എല്ലാ മനുഷ്യനും ഉള്ളതാണ്. മനുഷ്യ പ്രകൃതിക്ക് ഇണങ്ങാത്തതൊന്നും പടച്ചവൻ കൽപ്പിച്ചിട്ടില്ല. മനുഷ്യ പ്രകൃതിയുടെ തേട്ടങ്ങൾ മാത്രമാണ് മതമെന്ന് പറയുന്നത്. അതീന്ന് മനുഷ്യന്റെ ബാഹ്യമായ പ്രേരണകളും സാമൂഹികമായ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും അവനെ വഴിതെറ്റിച്ച് നടത്താൻ സാധ്യത കൂടിയപ്പോഴാണ് പടച്ചവൻ അത് നിർദ്ദേശമാക്കി കൊണ്ടുവന്നത്. മനുഷ്യന്റെ ഫിത്രത്തിലുള്ള പ്രകൃതിപരമായ നന്മകൾ മാത്രമാണ് എല്ലാം. അതേ റബ്ബും പറഞ്ഞോളൂ, അല്ലാതെ പുതിയൊരു സാധനത്തിന്റെ പേരല്ല മതം. മതമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നൈസർഗികമായ വാസനകളും അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഫിത്രത്തും ആ ശുദ്ധ പ്രകൃതിയെയും അള്ളാഹു വിശദീകരിക്കുന്നതാണ്. മനുഷ്യൻ ഇച്ഛാസ്വാതന്ത്ര്യം നൽകപ്പെട്ടത് കൊണ്ട് തന്നെ മറ്റു മേഖലയിലേക്കും പോകാം. ഈ ആടിനെ സംബന്ധിച്ചിടത്തോളം ആട് ഒരിക്കലും മാംസഭൂക്കാകില്ല എന്നുള്ളത് അത് എഴുതപ്പെട്ടതാണ്. അള്ളാഹു അതിന് ജനിത കോഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ മാംസം കൊണ്ടുവച്ചാലും, അത് ചുട്ടതായാലും കരിച്ചതായാലും പൊരിച്ചതായാലും കഴിക്കില്ല ഒരാട്. അതിനെ സസ്യഭൂക്കാക്കിയത് അള്ളാഹു ആണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യന്റെ പ്രകൃതിയോട് ചേരുന്ന സംഗതിയല്ല ലഹരി എന്നുള്ളത്. അവന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ പെട്ടതല്ല ലഹരി എന്നുള്ളത്. പക്ഷേ ഇച്ഛാസ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ ലഹരി വെച്ച് നോക്ക്, അവൻ ഉപയോഗിക്കും.
മനുഷ്യന്റെ സ്വഭാവം അടിസ്ഥാനപരമായ നന്മയിൽപ്പെട്ടതല്ല കളവെന്നുള്ളത്. പക്ഷേ ബാഹ്യമായ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കളവ് പറഞ്ഞു തുടങ്ങും. ആ കളവ് പറയുന്ന നാവുകളെ തടയാൻ, സ്വന്തം ഇച്ഛകൾ പൂർത്തീകരിക്കാൻ വേണ്ടി അവരെന്റെ കരുത്തിൽ കത്തിവെക്കുന്നത് തടയാൻ, ലഹരി പദാർത്ഥങ്ങൾ അടക്കമുള്ളവ ഉപയോഗിക്കുന്നതിൽ തടയാൻ വേണ്ടിയിട്ട് മനുഷ്യ നിന്റെ പ്രകൃതി അതല്ല, നീ നന്മ ശീലിച്ചവനാണ്, അടിസ്ഥാന സ്വഭാവം നന്മയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആ മതം അത് പഠിപ്പിക്കാൻ അള്ളാഹു വന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവൻ കൊടുക്കുന്ന ഏതൊരു സ്നേഹവും അത് അവന്റെ നൈസർഗികമായ വാസനയാണെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. എത്ര അമ്മമാരാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ചോര പൈതലുകളെ വലിച്ചെറിഞ്ഞു പോയത്, കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞത്, കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്കിലേക്ക് വലിച്ചെറിഞ്ഞത്, ടോയ്ലറ്റ് വഴി ചവിട്ടിയിറക്കിയത് പ്രസവിച്ചെടുത്ത കുഞ്ഞിനെ അമ്മമാരല്ലേ ഇവിടെ. പക്ഷേ ഈ അമ്മയോടും സ്നേഹിക്കാൻ, ചോര കുഞ്ഞിനടക്കം മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെ നിങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മക്കളെപ്പോഴും ഉപേക്ഷിക്കുന്ന മാതൃത്വമുള്ള ലോകത്തും മനുഷ്യരോട് പറഞ്ഞത് ആ സ്നേഹം നിങ്ങളുടെ ബാധ്യതയാണ് എന്ന്. ആ ബാധ്യത നമ്മളെ പഠിപ്പിച്ച അള്ളാഹുവാണ്. അതും അള്ളാഹു പഠിപ്പിക്കാണ്. ഇല്ലെങ്കിൽ അതും കടന്ന് മനുഷ്യൻ പോവാൻ. സ്വാർത്ഥത എങ്ങനെയാണ്? ഇച്ഛാസ്വാദം നൽകപ്പെട്ടിട്ടുണ്ട് മനുഷ്യൻ, അത് അവരുടെ അപകടവും. ആ അപകടത്തെ ചെറുക്കാൻ വേണ്ടി അള്ളാഹുവിന് കൽപ്പനയുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ കൊടുത്താലും വാങ്ങിയാലും അതിന്റെയൊക്കെ പരമമായ ലക്ഷ്യം തിരിച്ചു കിട്ടുകാൻ പാടില്ല, അള്ളാഹുവിന്റെ പ്രതിയായിരിക്കണം. നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, കടമകൾ, കടപ്പാടുകൾ എന്നും പാലിക്കുമ്പോഴും നമ്മൾ പറയാനുള്ളത് അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഈ തന്നതൊന്നും നിങ്ങളുടെ പ്രതിഫലത്തിന് വേണ്ടിയല്ല, നിങ്ങൾ താങ്ക്ഫുള്ളായി നമ്മളോട് അങ്ങേയറ്റത്ത് നന്ദിയും കടപ്പാടും സ്വീകരിച്ചുകൊണ്ടൊരു ജീവിതം നമ്മുടെ മുമ്പിൽ നയിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഈ തന്നതെല്ലാം അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ തൃപ്തി ആകാംക്ഷിച്ചുകൊണ്ടാണ്, പടച്ചവന് വേണ്ടിയാണ് ഞങ്ങൾ ഈ തന്നത്. നിങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല, നിങ്ങൾ പൊതുവേദിയിൽ പൊന്നാടയഴിച്ച് സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിനൊന്നും വേണ്ടിയല്ല ഞങ്ങൾ നൽകിയിട്ടുള്ളത്. മറിച്ച് അള്ളാഹുവിന് വേണ്ടി, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ തന്നത് എന്നാണ് വിശ്വാസികൾ പറയുക. അവർ ആ നിലപാടാണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്താലും അള്ളാഹുവിന് വേണ്ടി. അങ്ങനെയാകുമ്പോഴാണ് ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ വിശ്വാസിക്കാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മൂന്നാമത് റസൂൽ പറഞ്ഞ ഗൗരവപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഒരു മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വസിച്ച്, റസൂലിൽ വിശ്വസിച്ച് ഈ ബദായിറയിലേക്ക്, ഈ വിശ്വാസത്തിന്റെ വട്ടത്തിനകത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിശ്വാസി, അവൻ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടത് ഇതിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണ്. ഇതിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ വിശ്വാസത്തിൽ നിന്ന് അള്ളാഹുവിനെയും റസൂലിനെ ഉപേക്ഷിച്ച് ഈ വിശ്വാസത്തിന്റെ പുറത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന നിമിഷത്തെ അവൻ ഭയക്കണം, വെറുക്കണം. എത്രത്തോളം എന്ന് പറയുമ്പോ, ഒരു മനുഷ്യനെ അഗ്നിയിലേക്കിട്ട് പച്ചയ്ക്ക് കത്തിക്കുന്നതിനേക്കാളും, നമ്മൾ തീയിൽ വീണ് വെന്തുരുകുന്നതിനേക്കാളും നമ്മൾ ഭയപ്പാടോടെ കാണേണ്ട സംഗതി ഈ ആദർശത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയായിരിക്കണമെന്ന് പുണ്യനബി. അപ്പോഴാണ് ഈമാന്റെ ഹലാവത്ത് അറിയുക, അപ്പോഴാണ് ഒരു വിശ്വാസത്തിന്റെ മാധുര്യം നമുക്കറിയാൻ കഴിയുക. വളരെ ഗൗരവപ്പെട്ട ഒരു സന്ദേശമാണ് ഇത്. മറ്റൊരു ഭാഗത്ത് റസൂൽ പറയുന്നത്, നീ കൊല്ലപ്പെട്ടാലും പച്ചയ്ക്ക് നിന്നെ വെട്ടിക്കേറിയാലും നിന്നെ പച്ചയ്ക്ക് തീയിലിട്ട് കത്തിച്ചാലും ശരി തന്നെ ഈ ആദർശത്തിൽ നിന്ന് ഒരു അടി പോലും പിന്നോട്ട് പോകില്ല എന്ന ഒരു മനുഷ്യന്റെ പ്രതിജ്ഞയുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ വാശിയുണ്ടല്ലോ. അതാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാന്റെ മാധുര്യം കൊണ്ടുവരിക എന്ന്. അതാണ് ഈ വിശ്വാസിക്ക് വേണ്ട നിലപാട്. നമ്മൾ വിശ്വാസികളോട് ഇങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ അതിന് കാര്യമുണ്ട്, അതിന് കാര്യമുള്ളത് കൊണ്ട്. കാരണം ഈ വിശ്വാസം നിലനിർത്തുക എന്നുള്ളത് അന്നും എന്നും ഒരേപോലെ പ്രയാസമുള്ള കാര്യമാണ്, ഒരേപോലെ പ്രയാസമാണ്. ഈ ആദർശത്തോട് എല്ലാവർക്കും അസൂയാണ്, ഈ വിശ്വാസത്തോട് എല്ലാവർക്കും വെറുപ്പാണ്, ഈ വിശ്വാസികളോടും എല്ലാവർക്കും കലിപ്പാണ്. ഇത് ലോകത്തിന്റെ ക്രമം ഇങ്ങനെയാണ്. എല്ലാവരും വട്ടം കൂടി വിശന്ന കുറെ മനുഷ്യർക്ക് മുമ്പിലേക്ക് ഭക്ഷണത്തിന് തലക വെക്കുമ്പോ അവരെല്ലാവരും കൂടി ആ ഭക്ഷണത്തിലേക്ക് ആർത്തിയോട് അടുക്കുന്നതിനേക്കാളും ആവേശത്തോടുകൂടി മുസ്ലിമിന് മേൽ, വിശ്വാസികളുടെ മേൽ ലോകത്തിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചാടി വീഴുന്ന അവസ്ഥയുണ്ടല്ലോ, അതുണ്ടാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ചാടി വീണാലും അല്ലാഹുവും റസൂലും നമുക്ക് പ്രിയപ്പെട്ടവനായിരിക്കണം. ഹുബൈബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ശത്രുക്കൾ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് അത് ക്രൂരമായി പീഡിപ്പിച്ചു. സഹായത്തിന് ഒരു വിശ്വാസിയും കടന്നു വരില്ല എന്നുറപ്പുള്ള ഒരു പ്രദേശത്ത്, ആ ഒരു പ്രദേശത്ത് ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു പിടിച്ചുകെട്ടി അത് ക്രൂരമായി നിരന്തരമായി മർദ്ദിച്ചിട്ട് ഇസ്ലാമിൽ നിന്ന്, ഈ ആദർശത്തിൽ നിന്ന് പുറത്തു വരാൻ കൽപ്പിച്ചു. ഇല്ല, ഒറ്റപ്പെട്ടുപോയി, ശത്രുവിന്റെ മടയിൽ പെട്ടുപോയി, ഇനി കൊല്ലപ്പെടുന്നത് വരെ ഇവിടെ കഴിച്ചേ കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആദർശത്തിൽ ഒരു ചാണ്ട് പോലും പിൻവാങ്ങാതെ ഈ മനുഷ്യൻ നിലകൊണ്ടു. അവസാനം കുരിശി തറച്ചു, അദ്ദേഹത്തിന് ആണ്ടുകളെ വെച്ച് കൈയും കാലും ഒക്കെ തറച്ചിട്ടും ഈ മനുഷ്യനെ വരട്ടി ഭീഷണിപ്പെടുത്തി. പിൻവാങ്ങാൻ പറയുമ്പോഴും അദ്ദേഹം
അദ്ദേഹം പിൻവാങ്ങിയില്ല. അവസാനം കൈ എറിഞ്ഞെടുക്കുമ്പോഴും ഈ മനുഷ്യൻ പിൻവാങ്ങിയില്ല. എന്ന് ചിരിക്കുന്ന ചുണ്ടുകളോട് ആ മനുഷ്യൻ പാടി പറഞ്ഞത്, ഞാൻ എങ്ങനെ കൊല്ലപ്പെട്ടാലും ഞാൻ പ്രശ്നമായി കാണുന്നില്ല, നിങ്ങൾ എങ്ങനെ എന്നെ കൊന്നാലും ഞാൻ ഭയക്കുന്നില്ല, എനിക്ക് പ്രശ്നമേ അല്ല. ഈ ഹീന മുസ്ലിമാ, ഞാൻ കൊല്ലപ്പെടുന്നത് മുസ്ലിമായിട്ടാണെങ്കിൽ, അല്ല ഞാൻ എങ്ങനെ കൊല്ലപ്പെട്ടാലും ഞാൻ മടങ്ങുന്നത് എന്റെ റബ്ബിന്റെ അടുക്കലേക്കാണ്, എനിക്ക് മരണത്തെ പേടിയില്ല, ഞാൻ മരണത്തെ ഭയക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷെ എന്റെ ആദർശത്തെ കൊല്ലാൻ കഴിയില്ല എന്ന്. അതാ വിശ്വാസം. ഈ മനുഷ്യനാണെങ്കിൽ മരിക്കടോ, ആരാ മരിക്കാത്തൊരു മനുഷ്യൻ? ഒന്നി പ്ലേഗ് വന്ന് മരിക്കും, അല്ലെങ്കിൽ കുഷ്ഠരോഗം വന്ന് മരിക്കും, അല്ലെങ്കിൽ പനി പിടിച്ച് മരിക്കും, അല്ലെങ്കിൽ വണ്ടി തട്ടി മരിക്കും, സൈക്കിൾ അടിച്ച് മരിക്കും മനുഷ്യൻ, അങ്ങനെ മരിക്കും. എങ്ങനെ മരിച്ചാലും മരണം തന്നെയാണ്. എന്നാൽ ഈ ആദർശത്തിന്റെ പേരില്, നിങ്ങൾ ഈ വിശ്വാസത്തിൽ ഉറച്ചുന്നതിന്റെ പേരില് ശത്രുപക്ഷം വളഞ്ഞാക്രമിച്ച് നിങ്ങൾ ക്രൂരമായി വെട്ടിക്കൊന്നാലും അതിന്റെ പേര് മരണം തന്നെയാണ്. പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ ആ മരണത്തിന്റെ പേര് വേറെ. അവരെങ്ങും ജഡം, ചത്ത ജഡങ്ങൾ എന്ന് പറയില്ലേ നിങ്ങൾ? അവരിന്നും ജീവിക്കുന്നു എന്ന്, അവരിന്നും ജീവിക്കുന്നു. മരണത്തെയും തോൽപ്പിക്കാൻ കഴിയാത്ത ആദർശമാണ് അവർ നെഞ്ചകത്തുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് ഇന്ത്യയിൽ ജീവിക്കുമ്പോ ഈ ആയത്തിൽ നമ്മൾ ഓർത്തു വെക്കണം, നമ്മൾ നന്നായി ഓർത്തു വെക്കണം. അങ്ങനെ എളുപ്പം വിശ്വാസിയായി ഇവിടെ ജീവിക്കാമെന്ന് ആരും കണക്കാക്കണ്ട. അങ്ങനെ നിങ്ങൾ കണക്കാക്കിയോ? ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ സുഖമായി സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ എന്ന് സൂറത്തുൽ അങ്കബൂത്ത് അല്ല ചോദിക്കാണ്. അങ്ങനെ നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ സുഖമായി സ്വർഗ്ഗത്തിൽ പോകാമെന്ന്? ഇല്ലടോ, ഇല്ല, അങ്ങനെ പോകില്ല. പരീക്ഷിക്കപ്പെടും, പരീക്ഷണത്തിന് തീച്ചുപോയിലൂടെ കടന്നു പോകേണ്ടി വരും, ഒറ്റപ്പെടുത്തപ്പെടും. നിങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കും, നീതി നിഷേധിക്കും, നിങ്ങളുടെ പിഞ്ചു മക്കളെ ക്രൂരമായി കുന്നുകളയും, നിങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടബലാത്സംഗം ഇരയാക്കും. ഉണ്ടാകും, ഒന്നിന് പിറകെ ഒന്നായി ഒരുപാട് ഗുജറാത്തുകൾ ലോകത്ത് നടക്കും. ഇതൊക്കെ സംഭവിക്കും മനുഷ്യരെ, ഇതൊക്കെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊക്കെ കടന്നും നമ്മൾ പോകേണ്ടത് അനശ്വരമായ അല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. ഭയം വേണ്ട. മരണമാണ് മുമ്പിലുള്ളതെങ്കിൽ, ഏതൊരു മനുഷ്യനും ഭരിക്കുന്ന മരണമാണ് മുമ്പിലുള്ളതെങ്കിൽ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? അങ്ങനെ ഭയന്നു പോയവരുടെ പാരമ്പര്യം വിശ്വാസികൾക്കില്ല. തൊഴിക്കുന്നവന്റെ കാലിലും ചുംബിക്കുന്ന നയമുണ്ടല്ലോ, അത് വിശ്വാസികൾക്ക് എന്തിനാ? വിശാലമായി ചർച്ച ചെയ്ത് കുറച്ചായത്തേ ഉള്ളൂ. കൂടുതൽ കാര്യം ഒരേ റൂട്ടിൽ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അമുസ്ലിമീങ്ങളോട് നിങ്ങൾ ശത്രുത പുലർത്തണമെന്ന്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മുസ്ലിം അല്ലാത്തവരോട് നിങ്ങൾ അക്രമം കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ ശത്രുവാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അമുസ്ലിമീങ്ങൾ, ആ മനുഷ്യരുണ്ടല്ലോ, അവർ നിങ്ങളെ ദ്രോഹിക്കാത്തടത്തോളം, നിങ്ങളെ കൊന്നു തള്ളാൻ വേണ്ടി ആയുധങ്ങൾ എടുക്കാത്ത കാലത്തോളം, അവർ നിങ്ങളെ വീടുകളിൽ നിന്ന് സ്വബോധത്തോടുകൂടി നിങ്ങളെ വീടുകളിൽ നാട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ട് അവർ കച്ചകെട്ടാത്ത കാലത്തോളം, ഈ മതത്തിന്റെ പേരിൽ നിങ്ങളെ പാർശ്വവൽക്കരിക്കാത്ത കാലത്തോളം അവരോട് നിങ്ങൾ നന്മ കാണിക്കുക. അമുസ്ലിം മതം പ്രശ്നമല്ല മനുഷ്യരെ, അവരോട് നന്മ കാണിക്കുക. മനുഷ്യരവര്, അള്ളാഹുവിന്റെ കുടുംബമാവര്. അള്ളാഹു അവിശ്വസിച്ചപ്പോഴും പടച്ചവൻ അവർക്ക് അന്നം കൊടുത്തില്ലേ? അവർക്ക് വെള്ളം ഇറക്കിയില്ലേ? അതുകൊണ്ട് അവരോട് നിങ്ങൾക്ക് വിരോധം പാടില്ല. ബഹുസ്വരത അംഗീകരിക്കാൻ മനുഷ്യനെ കൊണ്ടാകണം. അമുസ്ലിമീങ്ങളോട് നന്മ കാണിക്കാൻ, നന്ദി ചെയ്യാൻ, അവരോട് ഗുണം ചെയ്യാൻ വിശുദ്ധ ഖുർആൻ അവരോട് നീതിപൂർവ്വം പെരുമാറുകയെന്ന്, അവരോട് നീതി കാണിക്ക്. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീന, അത്തരം ആൾക്കാരെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന്, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞെന്താണ്? ഇന്നമായി നഹാക്കും, നിങ്ങളെ ഞാൻ തടഞ്ഞിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങളെ മതത്തിന്റെ പേരിൽ ആക്രമിക്കാൻ വരുന്നവൻ, മതത്തിന്റെ പേരിൽ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ആയുധമെടുക്കുന്നവൻ, നിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടി പദ്ധതികൾ ഇടുന്നവൻ, നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ക്രൂരമായി കൊല്ലുന്നവർ, അത് കണക്ക് നിങ്ങളെ ഈ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ, അവരോട് നിൽക്കുന്ന സൗഹൃദം, അവരോട് സൗഹൃദമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ഇവിടുത്തെ RSSകാരെ അവരുമായിട്ട് നമുക്ക് എന്താ സൗഹൃദം എന്നുള്ളത്? നമ്മുടെ കുഞ്ഞു മക്കൾ സെപ്റ്റി ടാങ്കിലിട്ട് ഗുജറാത്തിൽ മൂടിക്കളഞ്ഞിട്ടുള്ള RSSകാരോട് നമുക്ക് എന്താ സൗഹൃദമുള്ളത്? നമ്മളെ മുസ്ലിം പെണ്ണുങ്ങൾ അത് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൂട്ടബലാത്സംഗം ഇരയാക്കിയവരോട് നമുക്ക് എന്ത് സൗഹൃദമാണുള്ളത്? ആ സൗഹൃദം വേണ്ട. നമ്മുടെ ഇഫ്താർ പാർട്ടിക്ക് അവർ വരണോ? നമ്മുടെ സംഘടനകൾക്ക്, നമ്മുടെ സംരംഭങ്ങൾക്ക്, സമ്മേളനങ്ങൾക്ക്, ഉദ്ഘാടനത്തിന് അവർ വെക്കണോ? എവിടെയാണ് മനുഷ്യനെ പേടിച്ചു പോകുന്നത്? നമ്മൾ ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? നമ്മുടെ മക്കളോട് ഈ ക്രൂരത കാണിച്ചവർ എന്നും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനും പദ്ധതിയുമായിട്ടിരിക്കുന്നവർ,
നമ്മുടെ ഈ സ്റ്റേറ്റിൽ പോലും കേരളം അല്പം കൂടി സേഫാണ്. അല്പം പൊതുബോധമുണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോ ബാബു ബജറംഗിയെ പോലെ ഒരു ക്രൂരൻ 97 മുസ്ലിമീങ്ങളെ കൂട്ടുകുടി ചെയ്യുമ്പോ അതിന് മുമ്പിൽ നിന്ന് നയിച്ചിട്ട് മുസ്ലിം കൂട്ടക്കുരുതികൾ ഞാൻ ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ, അന്യ ഒരവസരം കിട്ടിയാൽ ഇതുപോലെ കൊന്നു തള്ളണമെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വികാരമുണ്ടല്ലോ. അതുപോലെ ചർച്ചക്കെടുത്തപ്പോ അവന്റെ മൃഗീയതയെ കുറിച്ച് ചർച്ചക്കെടുക്കുമ്പോ കൂട്ടമായ ഗർഭിണികളെ ബലാത്സംഗം ചെയ്തിട്ട് തൃശൂലം കൊണ്ട് വയറ് കുത്തിക്കീറി ഒരു പെണ്ണിന്റെ ഉദരം കുത്തിക്കീറി ചോരക്കുഞ്ഞിനെ എടുത്ത് കരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ അത് കേട്ടുകൊണ്ട് ഇളിച്ചുകൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തക മലയാളി അത് ആസ്വദിക്കണം. ഒരു പെണ്ണിന്റെ ഗർഭപാത്രം കുത്തി തുറന്ന് കൂട്ടബലാത്സംഗത്തിനായ വാർത്ത പറയുമ്പോ ബാബു ബജറംഗിയേക്കാളും അപകടകാരിയായ മനസ്സുള്ള പെണ്ണ് വാർത്തക്കാരിയായി മീഡിയയിൽ ഇരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ഭയക്കണം. ഇതൊക്കെ ഇവിടെ വരും, ഈ രാജ്യത്തും വരും, ഈ സ്റ്റേറ്റിലും വരും, നമ്മുടെ വീട്ടിനകത്തും വരും. ജീവൻ പൊത്തിപ്പിടിച്ചോടാൻ പാടില്ല. ചെറിയ മക്കൾ പോലും ഓടാൻ പാടില്ല. ചെറിയ പെണ്ണുങ്ങൾ പോലും ഓടാൻ പാടില്ല. ആണുങ്ങൾ ഓടാൻ പാടില്ല. മരണം മുമ്പിൽ കണ്ടാലും പോരാടി മരിക്കണം. ആദർശം സംരക്ഷിക്കണം. അറിയാതെ പോലും ജയ് ഹനുമാൻ വിളിക്കാനും ജയ് ശ്രീരാം വിളിക്കാനും നമ്മൾ നിൽക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ്, അത് വിളിച്ചു പറഞ്ഞവരാണ് വിശ്വാസികള്. അതിന്റെ മേൽ ജീവൻ കൊടുത്തവരാ വിശ്വാസികൾ. ഇതൊന്നുമല്ലട ഈ ദുനിയാവ്, ഇതൊന്നുമല്ല ഈ ദുനിയാവ്. ഇതിനപ്പുറത്ത് വിശാലമായ ലോകം നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. ആ ലോകത്ത് അനശ്വരമായി സന്തുഷ്ടമായ ജീവിതം റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദർശത്തോടെ നിൽക്കാൻ കഴിയണം. പച്ചയ്ക്ക് കൊന്നാലും ശരി തന്നെ ഈ മതം ഞങ്ങൾ വിടില്ല, ഈ വിശ്വാസം ഞങ്ങൾ വിടില്ല എന്ന് ഈ വീര്യമുണ്ടാകേണ്ടത് നമുക്ക്. ഓരോ നമസ്കാരത്തിൽ പോകുമ്പോഴും ഈ വീര്യമുണ്ടാകണം. ഓരോ ജമാഅത്തിനും ഈ വീര്യമുണ്ടാകണം. ഓരോ പെരുന്നാൾ നമസ്കാരത്തിൽ സമ്മേളനത്തിനും ഈ വീര്യമുണ്ടാകണം. അല്ലാതെ കുറെ ഉഴുത്തൊരുങ്ങി തിന്നുകുടിച്ച് അങ്ങനെ കുറെ അടിച്ചുപൊളി ജീവിതം, ഇതല്ലല്ലോ വിശ്വാസിക്ക് പറഞ്ഞിട്ടുള്ളത്. ബോധത്തോടെ ജീവിക്കും മനുഷ്യരെ, ചിന്തിക്ക്. അല്ല, ഇതൊക്കെ ഞാൻ പറയുമ്പോ ചിലരെങ്കിലും വിചാരിക്കും ഇപ്പൊ അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചെന്ന്. അങ്ങനെയുള്ള ആൾക്കാരോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്നും കണ്ടിട്ടുമില്ല, ഈ പ്രസംഗം കേട്ടിട്ടില്ല കണക്കാക്കിയാൽ മതി. നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇവിടെ ഒന്നും കേട്ടിട്ടുമില്ല. ഈ പ്രസംഗം മാത്രം കേട്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഇതും കേട്ടിട്ടില്ല, അത്രേ ഉള്ളൂ, എളുപ്പമുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മുടെ ഭാവി എന്നുള്ളത് പരലോക ഭാവിയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അള്ളാഹുവും റസൂലുമാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആദർശമാണ്. അത് ഉറപ്പിച്ച് വിശ്വസിക്കുക, ആ ഉറപ്പിന്മേൽ നിൽക്കുക. ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നും ഭയക്കണ്ട. ഒരു ദിവസം നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. അതെങ്ങനെയും സംഭവിക്കാം. എങ്ങനെ മരിച്ചാലും റബ്ബിന്റെ തൃപ്തിയിൽ ഈമാനോടെ